പുരുഷന്മാർക്ക് ആരോഗ്യ സംരക്ഷണത്തിൽ അത്ര താല്പര്യമില്ലെന്ന്. അയ്യോ, അതെന്തു പറ്റി എന്നാണ് ചോദ്യം. സംഭവം സത്യമാണ്. ഡോക്ടർമാരെ കാണുന്നതിനോടൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ താല്പര്യമില്ലായ്മ മുതലെടുത്ത് ഓൺലൈൻ ആരോഗ്യ ക്ലിനിക്കുകളും പൊട്ടിമുളക്കുന്നു. മതിയായ മെഡിക്കൽ മേൽനോട്ടമില്ലാതെയുള്ള മരുന്ന് വിതരണവും വലിയ അപകടമുണ്ടാക്കുന്നു. പുരുഷന്മാരുടെ ആരോഗ്യ ചാരിറ്റി മൂവ്മെന്റായ മൂംബർ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുരുഷന്മാരുടെ പുതിയ വിമുഖത വെളിപ്പെടുത്തിയത്. 2 കനേഡിയൻ പുരുഷന്മാരും അസുഖം വന്നാൽ 6 ദിവസത്തിലകം വൈകിയാണ് ചികിത്സ തേടുന്നത്. എന്തുകൊണ്ടാണ് വൈകുന്നുവെന്ന ചോദ്യത്തിന് ഡോക്ടർമാർ തങ്ങളോട് വേണ്ടത്ര രീതിയിൽ നന്നായി പെരുമാറുന്നില്ല എന്നാണ് പകുതിയോളം പേരും പരാതിപ്പെടുന്നത്. 80% പുരുഷന്മാരും ഡോക്ടറെ കാണുന്നത് ഒഴിവാക്കുന്നുവെന്ന് 2014 നടന്ന ഒരു പഠനത്തിൽ സൂചനയുണ്ടായിരുന്നു. കാനഡയിലെ പുരുഷന്മാരിൽ 2 പേരും ഒരിക്കലും പ്രൊഫഷണൽ മാനസികാരോഗ്യ സേവനങ്ങൾ തേടുന്നില്ലെന്ന് ഏപ്രിലിലെ സർവേയും സ്ഥിരീകരിക്കുന്നു. ഇങ്ങനെയുള്ള മടി ഉപയോഗപ്പെടുത്തുന്നത് ഓൺലൈൻ ക്ലിനിക്കുകളാണ്. 2010കളുടെ മധ്യത്തിൽ ഉയർന്നു വന്ന ഈ ഡയറക്ട് ടു കൺസ്യൂമർ പ്ലാറ്റ്ഫോമുകൾ പല സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് ചികിത്സിക്കാൻ തുടങ്ങി. നിങ്ങൾ മുമ്പത്തെ പോലെ ശക്തരോ പേശീബലമുള്ളവരോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ അരക്ഷിതാവസ്ഥയെ ഇവർ ചൂഷണം ചെയ്യുന്നത്. രോഗിയുടെ ഉചിതമായ ക്ലിനിക്കൽ വിലയിരുത്തൽ, ഫെർട്ടിലിറ്റി റിസ്ക്, ഹൃദയ സംബന്ധമായ അപകട സാധ്യതകൾ എന്നിവ പരിഗണിക്കാതെയാണ് മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടുന്നുവെന്ന് അഡോറയാൻ ഫ്ലാനിഗൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 2022 ഒരു പഠനത്തിൽ ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ചികിത്സ നടത്താൻ പാടില്ലാത്തവരാണ് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വന്ധ്യത, അപകടകരമായ രീതിയിൽ ചുവന്ന രക്താണുക്കളുടെ വർധനവ് എന്നിവയുണ്ടാക്കാം. 2023 അമേരിക്കൻ D2C ക്ലിനിക്കുകളിൽ നടത്തിയ ഒരു അവലോകനത്തിൽ തെറ്റായ രോഗനിർണയവും മരുന്ന് വിതരണവും കണ്ടെത്തിയിരുന്നു. ഈ D2C ക്ലിനിക്കുകൾ അതിർത്തികൾ കടന്ന് പ്രവർത്തിക്കുന്നതിനാൽ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലോ പ്രവിശ്യകളിലോ ലൈസൻസ് ഉള്ള ഡോക്ടർമാരെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കനേഡിയൻ റെഗുലേറ്റർമാരുടെ പരിധിക്ക് പുറത്തുള്ള കാര്യമാണെന്നതാണ് ഏറെ അപകടകരം. ഹെൽത്ത് കാനഡ മരുന്നുകളുടെ സുരക്ഷയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിക്കുന്ന രീതിയെ നിയന്ത്രിക്കുന്നില്ല. ഒന്റാറിയോയിലെ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് പോലുള്ള പ്രവിശ്യാ സ്ഥാപനങ്ങൾ അവരുടെ അധികാര പരിധിയിലുള്ള ഡോക്ടർമാർ വെർച്വൽ പരിചരണം നൽകുമ്പോഴും വ്യക്തിഗത പരിചരണത്തിന്റെ അതേ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധിക്കുന്നു. എന്നാൽ മറ്റ് അധികാര പരിധികളിലെ ഡോക്ടർമാരെ മേൽനോട്ടം വഹിക്കാൻ അവർക്ക് കഴിയില്ല. ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. പുരുഷന്മാർ ചികിത്സ തേടുന്നതിന് മുമ്പ് ഡോക്ടറുടെ പശ്ചാത്തലം, പരിശീലനം, ചികിത്സയുടെ സാധ്യതയുള്ള അപകട സാധ്യതകളും നേട്ടങ്ങളും എന്നിവയെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയണമെന്ന് വിദഗ്ധർ പറയുന്നു. അല്ലെങ്കിൽ ആരോഗ്യം ആ വഴിയെ പോകും. MC ന്യൂസ്, കാനഡ. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.